ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ന്യൂസിലൻഡിലോട്ട് വരാനിരിക്കുന്നവർ എന്തൊക്കെ സാധനങ്ങൾ ക്യാപ്പ് ചെയ്യാൻ പറ്റുന്നവർ എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് കൈ കരുതണം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഞാനിവിടെ ന്യൂസിലൻഡിലോട്ട് വന്ന സമയത്ത് ഞാനും ഇതുപോലെ യൂട്യൂബൊക്കെ നോക്കിയാണ് സാധനങ്ങൾ കൊണ്ടുവന്നത്. അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയാമെന്ന് വെച്ച് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പം ന്യൂസിലൻഡിലോട്ട് വരാനിരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, എന്നാ സാധനം കൊണ്ടുവരാൻ. ചിലർ പറയും അത് കൊണ്ടുവരാൻ പാടില്ല, ഇത് കൊണ്ടുവരാൻ പാടില്ല, ആകെ കൺഫ്യൂഷനാകുന്നു. അപ്പം ഒത്തിരി പേരെന്നോട് കമൻസിലൂടെയും അല്ലാതെ ഡയറക്റ്റായിട്ടും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റ വഴിയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അത് കൊണ്ടുവരാൻ പറ്റുമോ, ഇത് കൊണ്ടുവരാൻ പറ്റുമോ. അപ്പം ഞാൻ ഓർത്ത് ഒരു വീഡിയോ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. ആദ്യം നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കൺട്രിയിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് ന്യൂസിലൻഡ് കറൻസി ആയിട്ട് കൊണ്ടുവരിക. ഇവിടെ വരാൻ ഞാൻ ഏകദേശം ഒരു 1,50,000 ആയിരുന്നു കൺവേർട്ട് ചെയ്ത്, നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വീണ്ടും വിട്ട് വരേണ്ട വന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 2,000-3,000 ന്യൂസിലൻഡ് ഡോളർ നിങ്ങൾക്ക് കൊണ്ടുവരാം. അത് നിങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ പൈസ ചിലവാകുന്നത്. നിങ്ങൾക്ക് റെൻറ്റ് അക്കോമഡേഷൻ എങ്ങനെയാണ്, അതിൻ്റെ റെൻറ്റ് എങ്ങനെയാണ്, പിന്നെ ഫുഡിന് എത്ര എക്സ്പെൻസ്, നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നു, അങ്ങനെ അതിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പൈസ ചിലവാകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ, ചിലർ ചോദിക്കും കാർഡ് കൊണ്ടുവരാം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ബെറ്റർ നമ്മൾ ന്യൂസിലൻഡ് ഡോളറാക്കി തന്നെ, ആദ്യമായിട്ട് നമ്മളൊരു കൺട്രിയിലോട്ട് വരുമല്ലേ, അപ്പം ഡോളറാക്കി തന്നെ ആദ്യം കൊണ്ടുവരിക. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് എന്തൊക്കെ ഡ്രസ്സിനെ പറ്റി പറയാം. അത് നമുക്ക് വേണ്ടി ഡെയിലി യൂസിനുള്ള വീട്ടിലിടാനുള്ള ഡ്രസ്സുകളും പുറത്ത് പോകാനായിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ കുറച്ച് തണുപ്പുള്ള കൺട്രിയാണ്. അപ്പം അതിന് ഫുൾ സ്ലീവ് ഷർട്ട്സ്, പിന്നെ തെർമൽസ് അത്യാവശ്യമായിട്ട് കൊണ്ടുവരണം. ഇപ്പം ന്യൂസിലൻഡിൽ തന്നെ പല സ്ഥലങ്ങളിൽ വെതർ പല രീതിയിലാണ്. ഞാൻ ഓക്ലൻഡിലാണുള്ളത്. ഓക്ലൻഡിലെ തണുപ്പല്ല ക്രൈസ്റ്റ് ചർച്ച്, വെല്ലിംഗ്ടൺ ഒക്കെ. ക്രൈസ്റ്റ് ചർച്ചിലൊക്കെ ഓക്ലാൻഡിനെ അപേക്ഷിച്ച് നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ, അപ്പം ഓക്ലാൻഡിലുള്ളവർ പറയുന്നത് പോലെ ആയിരിക്കത്തില്ല അവിടുത്തെ തണുപ്പ് എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, അവിടുത്തെ വെതറിനനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടെ മുൻകരുതൽ എടുക്കണം. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് ഗ്ലൗസ് ഒന്നും ഇടേണ്ട വന്നിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ക്രൈസ്റ്റ് ചർച്ചിലുള്ള, അവൾ വിളിച്ചപ്പം പറഞ്ഞു അവളെ ഗ്ലൗസ് ഒന്നും കൊണ്ടുവരാതെ വന്നു. പക്ഷേ അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് മേടിക്കേണ്ടി വന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ തണുപ്പും അവിടുത്തെ തണുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ഏരിയയിലോട്ടാണോ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനങ്ങളും. അപ്പം കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്ത് പോകാൻ എത്ര ജോഡി വേണമെന്നുള്ളത് അത് നിങ്ങളുടെ, ആകെ നമുക്കൊരു 30 kg + 7 kg നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ലഗേജ് കൊണ്ടുവരിക. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടിയത് തെർമൽ വേണം. പിന്നെ ജാക്കറ്റ്, ഒരു പഫർ ജാക്കറ്റ് എന്തായാലും മേടിക്കണം. പിന്നെ പഫർ ജാക്കറ്റ് ഒന്ന് മസ്റ്റായിട്ട് വേണം. അതല്ലാതെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ്, നമ്മൾ സാധാരണ ജാക്കറ്റില്ലേ ഈ ക്ലോത്തിൻ്റെ സെറ്റേഴ്സ് പോലെ, അപ്പം അതിൽ ഒന്നല്ല ഒരു 1-2 മേടിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഞാൻ ഇവിടെ വന്നത് സമ്മർ ടൈമിലായിരുന്നു. ആ ടൈമിൽ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ആകെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പഫർ ജാക്കറ്റും ഉണ്ടായിരുന്നു, ഒരു സെറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരെണ്ണം കൊണ്ട് എനിക്ക് എവിടെ പോയാലും, കാരണം ഈ പഫർ ജാക്കറ്റിൻ്റെ ആവശ്യം ആ ടൈമിൽ എനിക്ക് വന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് എല്ലായിടത്തും ഇപ്പം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ പഫർ ജാക്കറ്റ് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളിപ്പം ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങി, ഇപ്പം ചിലപ്പോൾ നമ്മൾ റൂമിലാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നല്ലപോലെ തണുത്താലൊന്ന് ഇടാനായിട്ട് അങ്ങനെ ഒരു സെറ്റേഴ്സ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ട് നിങ്ങൾ ഈ പഫർ ജാക്കറ്റ് എടുക്കുന്നതല്ലാതെ ഒരു 2-3 സാധാ ജാക്കറ്റും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സുകൾ, കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ തണുപ്പിനിടാൻ പറ്റിയത് നിങ്ങൾ വുളൻ മെറ്റീരിയൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് കുറച്ച് തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ടൈപ്പ്. പിന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഇപ്പം വീട്ടിലിടാനാണെങ്കിലും ആ ടൈപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ
പിന്നെ പിന്നെ നമുക്ക് വേണ്ടിയത് ക്യാപ്പ് വേണം, മങ്കി ക്യാപ്പ് വേണം. നമുക്ക് ചെവി മൂടി ഇരിക്കുന്ന ക്യാപ്പ് മസ്റ്റായിട്ട് കൊണ്ടുവരണം. കാരണം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല കാറ്റാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ചെവി മൂടിയിരിക്കുന്ന ടൈപ്പ് ക്യാപ്പ് മസ്റ്റായിട്ട് എടുക്കണം. പിന്നെ ഗ്ലൗസ്, ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ലിസ്റ്റിനകത്ത് ഗ്ലൗസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഗ്ലൗസ് മേടിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലൗസ് എന്തായാലും കൈ കരുതിക്കോണം. പിന്നെ സോക്സും അത്യാവശ്യം ഒരു 4-5 ജോഡി സോക്സ് കയ്യിൽ കരുതിക്കോണം. പിന്നെ നമ്മുടെ ഡ്രസ്സ് ഐറ്റംസിനകത്ത് തന്നെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ബ്ലാക്ക് പാൻറ്റ്. കാരണം ബ്ലാക്ക് പാൻറ്റ് നമ്മുടെ യൂണിഫോമായിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പം ഇടുന്നതാണ്. ഷർട്ടിൻ്റെ കൂടെ ബ്ലാക്ക് പാൻറ്റ് പ്ലസ് ബ്ലാക്ക് ഷൂ ആണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കോളേജിൽ നിന്ന് മിക്കവാറും യൂണിഫോം ഷർട്ട് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. പിന്നെ എന്തായാലും ബ്ലാക്ക് പാൻറ്റ് കൈ കരുതണം. അത് ജീൻസോ ലെഗിൻസോ മോഡലല്ല, ഫോർമലായിട്ടുള്ള പാൻറ് ഉണ്ടല്ലോ, അതിലൊരു 2 എണ്ണം പാൻറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷൂ, അത് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പം ഇടാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടിയതാണ്. അതുകൊണ്ട് 2 ബ്ലാക്ക് പാൻറ്റും ഒരു ബ്ലാക്ക് ഷൂവും കൈ കരുതണം. ഈ ഷൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്യൂമ, സ്കെച്ചേഴ്സ് ഇതിൻ്റെയൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷൂ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിപ്പം നമുക്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ടൈം ഇട്ടുകൊണ്ട് നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് ബാക്ക് പെയിനോ ലെഗ് പെയിനോ ഒന്നും വരാതിരുന്നോളും. അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ തന്നെ മേടിക്കുമ്പം വാങ്ങുക. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടിയ ഒരു സാധനമാണ് റെയിൻകോട്ട് വാങ്ങണമെന്ന് പറയുന്നതിന് കാരണം ഇവിടെ നല്ല മഴയാണ്. അപ്പം നമ്മൾ കുട പിടിച്ചാൽ നമുക്ക് കുട പറ്റുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റെയിൻകോട്ട്, പക്ഷേ റെയിൻകോട്ട് എടുക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർ കറക്റ്റ് സൈസിന് ഫിറ്റായിട്ടുള്ള ദയവ് ചെയ്ത് റെയിൻകോട്ട് എടുക്കാതിരിക്കുക. കാരണം ഒന്നെങ്കിൽ പ്ലസ് നമ്മളിപ്പം കോളേജിലൊക്കെ പോകുമ്പോൾ ബാഗ്, അല്ലെ പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ ബാഗ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. ആ ബാഗിനൂടെ പറ്റുന്ന രീതിയിലുള്ള റെയിൻകോട്ട് മേടിക്കുക. അല്ലെങ്കിൽ ബാഗിന് എക്സ്ട്രാ എന്തെങ്കിലും കവറ്, ഇപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നനയാതിരിക്കാൻ പറ്റുന്ന ഒരു കവറൂടെ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് മേടിക്കുമ്പോൾ കറക്റ്റ് സൈസ് അല്ലാത്ത രീതിയിൽ കുറച്ച് ലൂസായിട്ടുള്ള റെയിൻകോട്ട് മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ മസ്റ്റായിട്ട് റെയിൻകോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കുട കൊണ്ടുവരാതിരിക്കരുത്. നല്ല കട്ടിയുള്ള ഒരു കുടയും കൂടെ കൊണ്ടുവരിക. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു കുട കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല, നമ്മുടെ നാട്ടിലെ കുട ഇവിടെ യാതൊന്നിനും കൊള്ളുകയില്ല, കാരണം ഇവിടെ ഭയങ്കര കാറ്റാണ്, പറന്നു പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ കുട കൊണ്ടുവന്നില്ല. പക്ഷേ അതെനിക്ക് ഭയങ്കര ഒരു അബദ്ധമായിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ വന്ന സമയത്ത് സമ്മറായിരുന്നു, ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ബാഗിൽ, നമ്മൾ നാട്ടിൽ ശീലിച്ചതല്ലേ, നമ്മുടെ ബാഗിൽ ഒരു കുടയുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പുറത്തോട്ട് നമ്മളെവിടെയെങ്കിലും ഒന്ന് ബസ്സിനോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു മഴ പെയ്താൽ നമുക്ക് ഈ കുട നിവർത്തി പിടിക്കാമല്ലോ. പെട്ടെന്ന് നമ്മൾ ഈ റെയിൻകോട്ട് ഇടാന്നൊക്കെ പറഞ്ഞാൽ അതത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ നാനോ കുടയോ അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുടയോ കൊണ്ടുവരില്ല, അതിവിടെ നിൽക്കത്തില്ല. നാട്ടിൽ നിന്ന് തന്നെ കുട കൊണ്ടുവരിക. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് അവൾ കുട മേടിച്ചു, പക്ഷേ ഇവിടുത്തെ കുട യാതൊരു കാര്യമില്ല, കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാട്ടിൽ നിന്ന് നല്ല ബലമുള്ള ഒരു കുട കൊണ്ടുവന്ന നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഷൂസ്, ചെരുപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലാക്ക് ഷൂ വേണമെന്ന്. അതല്ലാതെ ഒരു 1-2 ജോഡി ഷൂവും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ചെരുപ്പുകൾ, നമ്മുടെ നാട്ടിലിടുന്ന ചെരുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ ഷൂ തന്നെ കൊണ്ടുവരണം. അപ്പം അതുകൊണ്ട് ഒരു 2 ജോഡി ഷൂ, പിന്നെ ബാത്റൂം സ്ലിപ്പർ വേണേൽ അത് 2 ജോഡി ഷൂ, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷൂ, പിന്നെ വേണമെങ്കിൽ ഒരു ബാത്റൂം സ്ലിപ്പർ. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും ഈ ക്ലോത്തിൻ്റെ ഒക്കെ തന്നെ നമുക്ക് കാല് ഫുള്ളായിട്ട് മൂടിയിരിക്കുന്ന ടൈപ്പ് ചെരുപ്പ് കിട്ടും നമുക്ക് റൂമിലൊക്കെ തണുപ്പിന്. ഞാൻ അത്രയും ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് റൂമിൽ കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ കാലിന് അധികം തണുപ്പ് വരാതെ നമുക്ക് പെട്ടെന്ന് കാല് തണുക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ചെരുപ്പ് കൊണ്ടുവരുവാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇത്രയാണ് ചെരുപ്പിൻ്റെ കേസിൽ. ഇലക്ട്രോണിക് ഐറ്റംസിനകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അയൺ ബോക്സ് കൊണ്ട് അത്യാവശ്യമായിട്ട്. കാരണം ഇവിടെ നമുക്ക് യൂണിഫോമൊക്കെ തേക്കണ്ടേ, നമ്മൾ പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പം നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ യൂണിഫോമൊക്കെ ഒന്ന് തേക്കേണ്ടി വരും. അതുകൊണ്ട് അയൺ ബോക്സ് കൊണ്ടുവരിക. പിന്നെ ലാപ്ടോപ്പ് എന്തായാലും വേണമല്ലോ. ക്യാപ്പിന് നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ കോമ്പീറ്റൻസീസും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് നമ്മൾ ലാപ്ടോപ്പ് വഴിയാണ്. ലാപ്ടോപ്പ് പ്ലസ് ചാർജർ, പിന്നെ
കാൽക്കുലേറ്റർ മിക്ക കോളേജുകളിലും ഡ്രഗ് കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലാപ്ടോപ്പ് കൊണ്ടുവരിക, മൊബൈൽ ഫോൺ വിത്ത് ചാർജർ, പിന്നെ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ അത് വിത്ത് ചാർജർ വാച്ച് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ പവർ ബാങ്ക് കൈ കരുതുന്നത് നല്ലതായിരിക്കും. പവർ ബാങ്ക് പ്ലസ് അതിൻ്റെ ചാർജർ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് അഡാപ്റ്റർ. യൂണിവേഴ്സൽ അഡാപ്റ്റർ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും, അത് മേടിച്ചുകൊണ്ട് വരണം. അപ്പം യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒരെണ്ണം കൊണ്ടുവന്നാൽ പോരാ, ഒരു 2 എണ്ണമെങ്കിലും കുറഞ്ഞത് കൊണ്ടുവരണം. ഞാൻ കാണിക്കാം. ഇതാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ നമുക്ക് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് ഈ 2 സാധനമാണ് ഇവിടെ നമ്മൾ കുത്തുന്നത്. ഇത് ന്യൂസിലാൻഡിൽ ഇത് മാത്രമേ നമ്മൾ കുത്താൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇത് കണ്ടില്ല, ഇപ്പം ഇതിന് ഇത്ര തന്നെ വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ കുത്തി കഴിയുമ്പം ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. ഇതിങ്ങനെ ആ പ്ലഗ് ഇതിങ്ങനെ നമുക്ക് താഴ്ത്തുമ്പോൾ ഞങ്ങളൊക്കെ കുത്തുമ്പോൾ എന്തെങ്കിലും ഇടയ്ക്കോട്ടൊരു സപ്പോർട്ടൂടെ കയറ്റി വെച്ചിട്ടാണ്. അപ്പം ഇത് പലതവണ ഇങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് ഇത് ഷോർട്ടായിട്ട് ഞാനൊരു 2 എണ്ണം കൊണ്ടുവന്നു, എൻ്റെ 2 എണ്ണം അടിച്ചു പോയി. അതുകൊണ്ട് ഇത് കൊണ്ടുവരുമ്പം ഒരെണ്ണം കൊണ്ടുവരാതിരിക്കുക. കാരണം നമുക്ക് ഫോണുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോ ഇലക്ട്രോണിക് ഐറ്റംസും പറ്റത്തില്ല. കാരണം ഇവിടുത്തെ സാധനം ഇവിടെ കുത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടേത് റൗണ്ടായിട്ടിരിക്കുന്ന പിന്നാണല്ലോ, അതൊരിക്കലും നമുക്കിവിടെ കുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അഡാപ്റ്റർ മസ്റ്റായിട്ട് കൊണ്ടുവരിക. ഒന്ന് കേടായിപ്പോയാലും ഒന്ന് കൈ കാണണം. അതുകൊണ്ട് ഈ ടൈപ്പ് മേടിക്കുമ്പോൾ 2 എണ്ണമെങ്കിലും കുറഞ്ഞതെന്ന് ഞാൻ പറയുന്നു, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. 2 എണ്ണമെങ്കിലും കുറഞ്ഞത് കൈ കരുതുക. പിന്നെ അതാണ് ഇലക്ട്രോണിക് ഐറ്റംസിനകത്ത് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടത്. ഇനിയിപ്പോൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറയാം. അത്യാവശ്യമായിട്ട് സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, പിന്നെന്താണ് ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ ക്രീം, ഷാമ്പു. പിന്നെ മോയ്സ്ചറൈസർ ക്രീമൊക്കെ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട സാധനമാണ് കേട്ടോ, അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ബോഡി ലോഷൻ, മോയ്സ്ചറൈസറൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുവരണം. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അല്ല ഇവിടെ, നല്ല തണുപ്പാണ്. ഞാനൊന്നും സത്യം പറഞ്ഞാൽ നാട്ടിൽ മോയ്സ്ചറൈസറൊക്കെ എൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് ഞാനതൊന്നും ഉപയോഗിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. പേഴ്സണലി ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, ഞാനതൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് അതില്ലാതെ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആകും, നമുക്കിങ്ങനെ തൊലി പോയ പോലെ ഇരിക്കും. അതുകൊണ്ട് അതുപോലെ ബോഡി ലോഷൻ ആണെങ്കിലും നമുക്ക് കൈക്ക് കാലൊക്കെ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആകും. അതുകൊണ്ട് ബോഡി ലോഷനും മോയ്സ്ചറൈസറും അത്യാവശ്യം ഇട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ ലിപ് ബാമും കൊണ്ടുവരണം. ലിപ്പും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആകും. അതുകൊണ്ട് ലിപ് ബാമും കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്, കൈ, കാല് ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആകില്ല, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും ഡ്രൈ ആകും. അതുകൊണ്ട് നമുക്ക് താരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൊറിബിളായിട്ടുള്ള താരൻ നമ്മുടെ തലയിൽ പിടിപെടും. അതുകൊണ്ട് നിങ്ങൾ താരനുള്ള എന്തെങ്കിലും മാർഗമായിട്ട് വരണം. കാരണം അത് എനിക്ക് മാത്രമല്ല, ഞാൻ പലരോട് അന്വേഷിച്ചു എല്ലാവരും പറയുന്നൊരു കാര്യമാണ് താരൻ എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ്. ഞങ്ങൾ ഒത്തിരി മാർഗ്ഗങ്ങൾ നോക്കി ഡാൻഡ്രഫ് പോകാനായിട്ട്. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്ന് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും സൊല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളതെന്തേലും മുൻകൂട്ടി കരുതി വരിക. തലയിൽ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാകും, അത് മസ്റ്റാണ്. പിന്നെ അതുപോലൊരു പിന്നെ ഷാമ്പു, കണ്ടീഷണർ. അപ്പം ഇതൊക്കെ അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ. പിന്നെ ഫേസ് വാഷ് കൊണ്ടുവരാം. ഒരു ഫേസ് വാഷ് കയ്യിലെടുക്കുന്നതല്ലായിരിക്കും. ഒരു പ്യൂമിക് സ്റ്റോൺ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ കാലിൻ്റെ സൈഡൊക്കെ ചിലപ്പം കുറച്ച് നമുക്കിവിടെ കല്ലിലോ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാലൊക്കെ കുറച്ച് കഴുകുന്നതല്ലേ. അപ്പം ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്യൂമിക് സ്റ്റോൺ കൈ കരുതുന്നത് നല്ലതായിരിക്കും. ഞാൻ കൊണ്ടുവന്നായിരുന്നു. അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് പൗഡർ കൊണ്ടുവരിക, അല്ലെങ്കിൽ ലിക്വിഡ് കൊണ്ടുവരിക. വാഷിംഗ് മെഷീനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സൺസ്ക്രീൻ. ഇവിടുത്തെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പമുള്ളതാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ കൊണ്ടുവരിക. അതും പ്രത്യേകിച്ച് അത് SPF 50+ ഉള്ളത് തന്നെ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഒരു സൺഗ്ലാസ് കൈ കരുതുന്നത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂചിയും നൂലും കയ്യിൽ കരുതാം. എന്തെങ്കിലും ഒരു ഡ്രസ്സോ വല്ലതും ഒന്ന് കുത്തുവിട്ടാൽ അത്യാവശ്യമായിട്ട് തയ്ക്കണമെങ്കിൽ ഒരു സൂചിയും നൂലും, പിന്നെ നെയിൽ കട്ടർ, പിന്നെ ഷേവിങ് സെറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ്, നിങ്ങൾക്ക് നീഡഡ് ആയിട്ടുള്ള ഐറ്റംസ് അതൊക്കെ കൈ കരുതുക. പിന്നെ ഒരു ഹെയർ ഓയിൽ, നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത്, ഒരു ഹെയർ ഓയിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു സിസർ വേണമെങ്കിൽ ഒരു സിസറും കൈ കരുതുക. പിന്നെ ഒരു കപ്പ്, ഒരു മഗ് കൊണ്ടുവരിക. കാരണം നമ്മൾ നാട്ടിൽ ഇവിടെ മിക്ക വീടുകളിലും ബക്കറ്റോ കപ്പോ ഒന്നും ആരും യൂസ് ചെയ്യാറില്ല.
അതുകൊണ്ട് നമുക്ക് ആദ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങളൊരു കപ്പ് കൈ കരുതുവാണെങ്കിൽ നിങ്ങളുടെ നെസസറി ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കപ്പ് വേണ്ടി വരും. അതിവിടെ വന്നു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടൊരു പ്ലാസ്റ്റിക് കപ്പ് മസ്റ്റായിട്ട് കരുതുക. അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. പിന്നെ ഒരു സോപ്പ് വെക്കാൻ ഒരു സോപ്പ് പൊട്ടിയും കൈ കരുതുക. ഇനി കിച്ചൺ ഐറ്റംസ്, എന്തൊക്കെ കിച്ചൺ ഐറ്റംസ് കൊണ്ടുവരണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളൊരു കുക്കർ കൊണ്ടുവരിക. വലിയ വലിപ്പമുള്ളതൊന്നും വേണ്ട, ഒരു 3 kg ഒക്കെ വലിപ്പമുള്ള ഒരു കുക്കർ അത്യാവശ്യമായിട്ട് കൊണ്ടുവരിക. ഒരു ഫ്രൈയിങ് പാൻ വേണം, അതുപോലെ തന്നെ ഒരു സോസ് പാൻ വേണം. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, പിന്നെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്. അപ്പം നമ്മൾ കോളേജിൽ പോകുമ്പോൾ നമുക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ വേണം. ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വെള്ളം എടുത്ത് കുടിക്കാൻ വെക്കണമെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ ഫ്ലാസ്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഒരു 1 ലിറ്ററിൻ്റെ ഒക്കെ കൊള്ളുന്ന ഒരു ഫ്ലാസ്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇവിടെ ഓൾറെഡി തണുപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ഈ തണുത്ത വെള്ളം കൂടെ കുടിച്ചാൽ ചിലർക്ക് പെട്ടെന്ന് ത്രോട്ട് പെയിനോ കാര്യങ്ങളോ ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ ഫ്ലാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്, ഒരു ചെറിയ ഫ്ലാസ്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഒരു 1 ലിറ്ററിൻ്റെ അടുത്ത് കൊള്ളുന്ന ഒരു ടൈപ്പ് മതി. അതെന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇവിടെ നിൽക്കുന്നവരും അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു ഒരു ഫ്ലാസ്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ പിക്കിളിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മീനച്ചാറും കൊണ്ടുവരാം. ഞാൻ മീനച്ചാർ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് കടയിൽ നിന്ന് മേടിച്ചതാണ്. ബാർകോഡും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് എനിക്കറിയത്തില്ല അതിൻ്റെ വസ്തുതയെപ്പറ്റി. അതുകൊണ്ട് അച്ചാർ നിങ്ങൾ ആദ്യം വരുമ്പോഴത്തേക്ക്, കാരണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ കൊണ്ടുവരാൻ അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ടുവരാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ബീഫ് ഒരിക്കലും കൊണ്ടുവരരുത്. ബീഫ് ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് മീറ്റ് ഐറ്റംസ് കൊണ്ടുവരാൻ പാടില്ല. ഫിഷ് പിക്കിളൊക്കെ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്പൈസസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ഈ പൊടിയൊക്കെ അത്യാവശ്യമായിട്ട്, ഒരു സാമ്പാർ പൊടി, ഇത്ര സാധനം കൈ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനൊക്കെ ഇച്ചിരി വില കൂടുതലാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഈ പൊടി ഐറ്റംസൊക്കെ കൊണ്ടുവരിക, അത് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പലരും പറഞ്ഞു കേട്ട്, ഈ അരിപ്പൊടി, റവ, ഗോതമ്പ് പൊടിയൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ നമുക്കൊരു 30 kg സാധനമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് ഈ അരിപ്പൊടി അതും ഇതും എല്ലാം കൂടെ കൊണ്ടുവരണ്ട. അതൊക്കെ ഇവിടെ കിട്ടും. അതൊക്കെ നിങ്ങളിവിടെ വന്നിട്ട് ഏതെങ്കിലും കടയിൽ നിന്ന് അതൊക്കെ മേടിച്ചാൽ മതി. അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഒക്കെ കുറഞ്ഞ് എങ്ങനെ കൊണ്ടുവരാനായിട്ടാണ്. അപ്പം അതൊക്കെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ടീ ബാഗ് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾ ചായ കുടിക്കുന്ന ആളാണെങ്കിൽ ടീ ബാഗ് കൊണ്ടുവരിക. ഞാനൊരു കാപ്പിപ്പൊടി കൊണ്ടുവന്നായിരുന്നു. ഞാൻ വീട്ടിൽ കട്ടൻ കാപ്പി കുടിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് കാപ്പിപ്പൊടി കൊണ്ടുവന്ന്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ടീ ബാഗും ഞാൻ കാപ്പിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇത് ടീ ബാഗൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. എന്നാലും ഒരു പാക്കറ്റ് ടീ ബാഗ് കൈ കരുതുക. പിന്നെ അതുപോലെ തന്നെ മാഗി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഉടനെ ചിലപ്പോൾ നിങ്ങൾ കടയിൽ പോകാനൊക്കെ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് വരാൻ പാട് കാണും. അപ്പം നിങ്ങൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് പെട്ടെന്ന് ഇപ്പം വരുന്ന ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മാഗി ആകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് മാഗി ഒരു അത്യാവശ്യം ഒരു 5-6 പാക്കറ്റ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഓട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓട്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓട്സും കൈ കരുതുക. ഇനി മെഡിസിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു GP പോയി കണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടിയ ഡോളോ, ആൻറ്റിബയോട്ടിക് ഇതൊക്കെ ഡോക്ടറോട് പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ പുറത്ത് പോവുകയാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ടി ഇങ്ങനെയുള്ള മെഡിസിൻസ് ഡോക്ടർ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എടുക്കേണ്ടത് ഒരു ഡോളോ എടുക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പനിയോ ബോഡി പെയിനോ തലവേദനയോ ഒക്കെ വന്നാൽ നമുക്ക് ഡോളോ എടുക്കാമല്ലോ. അപ്പോൾ ഒരു ഡോളോ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഡോളോ അല്ലെ പാരസിറ്റമോൾ, ആൻറ്റിബയോട്ടിക്. പിന്നെ അലർജിയൊക്കെ ഉള്ളവരാണ് സിട്രസിനോ കാര്യങ്ങളോ.
പിന്നെ എന്തെങ്കിലും ലൂസ് മോഷനോ ഡയറിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും മെഡിക്കേഷൻ കരുതുന്നത് നല്ലതാണ്. പെയിന് പറ്റുന്ന എന്തെങ്കിലും ബോഡി പെയിൻ, മസിൽ പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മൂവോ ഒളിനിയോ അതുപോലെ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ മെഡിസിൻ കൊണ്ടുവരുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് 3 monthsലേക്കുള്ള മെഡിക്കേഷനിൽ കൂടുതൽ നമുക്കിവിടെ കൊണ്ടുവരാൻ അലവല്ല കേട്ടോ. അതുകൊണ്ട് 3 monthsലേക്ക് നിങ്ങളിപ്പം റെഗുലർ മെഡിക്കേഷൻ എടുക്കുന്നതാണെങ്കിൽ 3 months കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടുന്ന് എയർപോർട്ടിൽ നിങ്ങളത് ഡിക്ലെയർ ചെയ്യണം. ഞാൻ ന്യൂസിലാൻഡിലേക്ക് വന്നത് സിംഗപ്പൂർ എയർലൈൻസിലായിരുന്നു. അപ്പം സിംഗപ്പൂർ എത്തിയപ്പോൾ നമുക്കൊരു ന്യൂസിലൻഡ് ട്രാവൽ ഡിക്ലറേഷൻ വന്നൊരു കാർഡ്, ഒരു ഫോം കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നോ അത് മസ്റ്റായിട്ട് നമ്മളത് ടിക്ക് ചെയ്യണം. നമ്മളൊന്നും ഹൈഡ് ചെയ്യരുത്. അപ്പോൾ ഹൈഡ് ചെയ്ത് അവരത് കണ്ടുപിടിച്ചാൽ പിന്നെ അതിന് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് മസ്റ്റായിട്ട് ആ ഫോമിൽ ഉൾപ്പെടുത്തണം. ഞാൻ ആ ഫോം ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പം നിങ്ങളത് എന്തൊക്കെയാണെന്ന് ടിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ 3 months കൂടുതൽ മെഡിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ എയർപോർട്ടിൽ ഡിക്ലെയർ ചെയ്യണം. 3 months വിത്ത് പ്രിസ്ക്രിപ്ഷനോടെ നിങ്ങൾക്ക് മെഡിക്കേഷൻ കൊണ്ടുവരാനായിട്ട് അലൗഡാണ്. അതുകൊണ്ട് അതും അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഹോട്ട് വാട്ടർ ബാഗ് കരുതുന്നത് നല്ലതാണ്. അപ്പോൾ ഹോട്ട് വാട്ടർ ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൽ ഒരാൾക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ സാധാരണ റബ്ബറിൻ്റെ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടല്ലോ, ആളതാണ് യൂസ് ചെയ്തത്. ബാക്ക് പെയിന് ഏതാണ്ട് ബാക്ക് പെയിന് യൂസ് ചെയ്താണ്. പക്ഷേ ഈ ഹോട്ട് വാട്ടർ ബാഗ് പൊട്ടി ഒരു 20% ബേണായി. ആൾ മിഡിൽ മോറിലൊക്കെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇനി വരുന്നവരോട് ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ടുവരുവാണെങ്കിൽ ആ ടൈപ്പ് കൊണ്ടുവരരുത് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. നമുക്ക് ഈ ബീൻ ബാഗൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം അല്ല, നിങ്ങൾ ഈ പറയുന്ന ടൈപ്പ് ഹോട്ട് വാട്ടർ ബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും അതിനകത്ത് നല്ല തിളച്ച വെള്ളം യൂസ് ചെയ്യാതിരിക്കുക, അതും നിറച്ച് ഉപയോഗിക്കാതിരിക്കുക. നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പാടാണ്. ഞങ്ങളുടെ ബാച്ചിൽ 2 പേർക്ക് ബേൺസായി. ഒരാൾക്ക് കാലിന് ഫ്ലാസ്കിൽ നിന്ന് കുടിക്കാൻ എടുത്ത് വെച്ച വെള്ളം കാലിൽ വീണ് ബേൺസായി. നാട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ക്യാപ്പൊക്കെ കഴിഞ്ഞ് ഇരുന്ന സമയത്താണ്. പിന്നെ ഒരാൾക്ക് ഇങ്ങനെ ഹോട്ട് വാട്ടർ ബാഗ് പൊട്ടി അങ്ങനെ ബേണായി അഡ്മിറ്റായി. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പാടില്ല. അപ്പം നമ്മൾ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഹോട്ട് വാട്ടർ ബാഗ് ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഹോട്ട് വാട്ടർ ബാഗ് ഇതാണ്. പക്ഷേ ഇത് നല്ല യൂസായിട്ട് എനിക്ക് തോന്നി. ഇത് ക്ലോത്താണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പം ഈ ടൈപ്പ് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഒരു ഹോട്ട് വാട്ടർ ബാഗ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ തണുപ്പാണ്. പിന്നെ എന്തെങ്കിലും ബോഡി പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂട് പിടിക്കുകയൊക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതെല്ലാം കൈ കരുതുന്നത് നല്ലതായിരിക്കും. ഇത്ര ഐറ്റംസാണ് അത്യാവശ്യമായിട്ട്. പിന്നെ നിങ്ങൾക്ക് നീഡഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. പിന്നെ കോളേജിലോട്ട് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ പറയാം. കോളേജിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം? യൂണിഫോമിന് ഞാൻ പറഞ്ഞ് 2 ബ്ലാക്ക് പാൻറ്റ് വേണം, ഒരു ബ്ലാക്ക് ഷൂ വേണം, പിന്നെ ഒരു ബാക്ക് പാക്ക് വേണം. അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയ ഒരു സാധനമാണ്. അത് നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് ആണെങ്കിലും ഓക്കെ, അതെന്തായാലും വേണം. പിന്നെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഒരു സ്പൂണ്, വേണമെങ്കിൽ ഒരു ഫോർക്ക്. കാരണം പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പം നമുക്ക് കൈ കൊണ്ട് കഴിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇവിടെയൊക്കെ എല്ലാവരും സ്പൂണ് ഫോർക്ക് യൂസ് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്പൂണും ഫോർക്കും കൈ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പേന വേണമെങ്കിൽ അതെടുത്തോണം. കാരണം നമ്മൾ പ്ലേസ്മെൻറ്റിനൊക്കെ പോകുമ്പം തിയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേന, 1-2 പേന നിങ്ങൾ കൈ കരുതുന്നത് നല്ലതാണ്. ഒരു പേന പ്ലസ് കാൽക്കുലേറ്റർ, ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് കോളേജിലേക്ക് നീഡഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരരുത് എന്നുള്ളത്, ഡയറി പ്രോഡക്ട്സ് കൊണ്ടുവരാൻ പാടില്ല. നട്ട്സ്, വെജിറ്റബിൾസ്, സീഡ്. പിന്നെ ഈ നമ്മൾ ഷൂസൊക്കെ കൊണ്ടുവരുമ്പം മാക്സിമം നമ്മളത് പുതിയത് തന്നെ കൊണ്ടുവരിക. നമ്മുടെ നാട്ടിലെ മണ്ണും പൊടിയൊന്നും ഇവിടെ അവർ പ്രത്യേകം നമ്മളോട് ആ ഡിക്ലറേഷൻ ഫോമിനകത്ത് ചോദിക്കുന്നുണ്ട്, ഔട്ട്ഡോർ ഷൂസ് യൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോയെന്ന്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പുതിയത് തന്നെ കൊണ്ടുവരിക. അല്ല നാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ വാഷ് ചെയ്ത് ഒരു ശകലം പോലും പൊടിയോ മണ്ണോ ഒന്നും കാണരുത്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹണിയൊന്നും കൊണ്ടുവരരുത് കേട്ടോ.
ഹണി കൊണ്ടുവരാൻ പാടില്ല, മീറ്റ് കൊണ്ടുവരാൻ പാടില്ല, പ്ലാൻ പ്രൊഡക്ട്സ് എന്തിൻ്റെയെല്ലാം തൈയൊക്കെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരിയൊക്കെ കൊണ്ടുവരണം, കിളിപ്പിക്കാൻ പാകത്തിന് ചെടിയുടെ അരിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അരിയോ അതൊന്നും ഇവിടെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അതൊന്നും കൊണ്ടുവരരുത്. ക്യാപ്പിന് ഇനി വരുന്നവരൊന്നും കൊണ്ടുവരത്തില്ലെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ദയവായി ഒരു കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഞാനതിന് മസ്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.